മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.86 അടി പിന്നിട്ടു. തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. നേരത്തെ 1816 ഘനയടി കൊണ്ടുപോയിരുന്ന ജലം 740 ഘനയടിയായാണ് കുറച്ച്. വിവരങ്ങളുമായി ഇപ്പോൾ സമീർ ചേരുന്നുണ്ട്. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നു വരുമോ എന്നുള്ള ആശങ്ക വലിയ രീതിയിൽ പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ഉള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ മന്ത്രി പി ജെ ജോസഫും വ്യക്തമാക്കുന്നത് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏതൊരു സാഹചര്യം ഇത്തരത്തിൽ ഡാം തുറന്നു വിടേണ്ടി വരികയാണ് എങ്കിൽ ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് മന്ത്രി ഉറപ്പു നൽകുന്നത്. വള്ളക്കടവ്, അതോടൊപ്പം തന്നെ ഉപ്പുതറ, അയ്യപ്പൻകോവിൽ തുടങ്ങിയ ഇടങ്ങളിലായിട്ടുള്ള 206 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. അതോടൊപ്പം തന്നെ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥരെ ഏത് വിധത്തിൽ വിന്യസിക്കണമെന്ന് സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേരുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് പെരിയാറിന്റെ തീരത്തുള്ള നിരവധി കുടുംബങ്ങൾ. പ്രധാനമായും നേരത്തെ തന്നെ തമിഴ്നാടിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർ സുപ്രീം കോടതി നിജപ്പെടുത്തിയ 142 അടിയിൽ എത്തിച്ച ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം ഉണ്ട് എന്ന കേരളത്തിന്റെ വാദം പൊള്ളയാണ് എന്ന് തെളിയിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള അവരുടെ ശ്രമമാണ് ഇത്രയും ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള അവരുടെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ഒരു കർശന നിലപാട് തന്നെയാണ് അവർ തുടരുന്നത്. പ്രധാനമായും നമുക്കറിയാം, ഇന്നലെ വലിയ രീതിയിൽ ഒരുപക്ഷെ ഇന്നലെ പുലർച്ചയോടുകൂടി തന്നെ 142 അടിയിൽ എത്തും എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്നലെ രാത്രി 11 മണി മുതൽ അവരെ നേരത്തെ കൊണ്ടുപോയിരുന്ന 511 ഘനയടി ജലത്തിന് പകരം 1400 ഘനയടി ജലം കൊണ്ടുപോകാൻ തുടങ്ങിയത്. അത് പിന്നീടും ഉയർത്തി 1816 ഘനയടിയിലേക്ക് ഉയർത്തി. എന്നാൽ അതിനുശേഷം പിന്നീട് ഉച്ചയോടുകൂടി തന്നെ അത് കുറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇനി അത് വലിയ രീതിയിലുള്ള ശക്തിയായ രീതിയിലുള്ള മഴയും അതോടൊപ്പം തന്നെ നീരൊഴുക്കും കൂടുകയാണ് എങ്കിൽ വീണ്ടും കൂടുതൽ കൊണ്ടുപോകാം എന്നുള്ള നിലപാടിലാണ് തമിഴ്നാടുള്ളത്. ഏതായാലും കേരളത്തിലേക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് ഒരിക്കലും വെള്ളം ഒഴുക്കി വിടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തേനി ജില്ലാ കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടറെ അറിയിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ അത് തുറന്നു വിടുകയാണ് എങ്കിൽ രാത്രി സമയങ്ങളിലാണ് എങ്കിൽ 12 മണിക്കൂർ മുമ്പും പകൽ സമയങ്ങളിലാണെങ്കിൽ 6 മണിക്കൂർ മുമ്പും അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഇടുക്കി ജില്ലാ കളക്ടറെ വിവരം അറിയിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഇതുവരെയും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാമിന്റെ ഷട്ടറുകളൊന്നും തന്നെ തുറക്കില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അതേസമയം ഇപ്പോൾ 141.86 അടി പിന്നിട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനി വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ അവർക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന 4 പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയും അതോടൊപ്പം തന്നെ ഇറച്ചിപ്പാലം കനാൽ വഴിയുമായാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ഈ ശക്തമായ രീതിയിൽ മഴയും അതോടൊപ്പം തന്നെ നീരൊഴുക്കും ശക്തമാവുകയാണ് എങ്കിൽ തമിഴ്നാടിന് കൊണ്ടുപോകാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ 2500 ഘനയടി ജലമാണ്. ഈ വിധത്തിൽ അവർ കൊണ്ടുപോയിട്ടും 142 അടിയിൽ നിലനിർത്താൻ കഴിയാതെ വന്നാൽ കേരളത്തിലേക്ക് ഒഴുക്കേണ്ടി വരും, ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വരും. ആ ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് സമീറാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി പി ജെ ജോസഫ് 3 സ്ഥലങ്ങളിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചതായി ജോസഫ് അറിയിച്ചു. സ്പിൽവേ ഏത് സമയവും തുറക്കാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്പിൽവേ തുറക്കുമ്പോൾ പിന്നെ ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് ഒന്ന് വള്ളക്കടവിലേണ്ട 129 കുടുംബങ്ങളുണ്ട്. അതുപോലെ ഉപ്പുതറയിൽ 70 കുടുംബങ്ങൾ, അയ്യപ്പൻകോവിൽ 7 കുടുംബങ്ങൾ. ഇത്രയും ആളുകളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാല പരീക്ഷാ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കാനുള്ള തീരുമാനം റദ്ദാക്കി. ആദ്യ സെമസ്റ്റർ പരീക്ഷ സർവകലാശാല നേരിട്ട് നടത്തും. പീപ്പിൾ TV വാർത്തയെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, സാങ്കേതിക സർവകലാശാല പരീക്ഷാ നടത്തിപ്പ് പുറംകരാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ പരീക്ഷാ നടത്തിപ്പ് സർവകലാശാല തന്നെ നേരിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? സോമി, തീർച്ചയായും. കാരണം സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിൽ നിന്നും സർവകലാശാല പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 1ാം സെമസ്റ്റർ പരീക്ഷാ നടപടികൾ സർവകലാശാല തന്നെ നേരിട്ട് നടത്തും.
രണ്ടാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് സർവകലാശാല ഓൺലൈനായിട്ടായിരിക്കും നടത്തുക. ഇതിനായുള്ള സോഫ്റ്റ്വെയർ കർണാടക സർക്കാരിന്റെ മാതൃകയിൽ കേരള സർക്കാർ തന്നെ വികസിപ്പിക്കും. മാറ്റിവെച്ചിരിക്കുന്ന പരീക്ഷ ക്രിസ്മസ് അവധിക്ക് ശേഷം നടത്താനാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന് കൈമാറാമെന്ന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി KM എബ്രഹാം യോഗത്തെ അറിയിച്ചെങ്കിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കടുത്ത പ്രതിഷേധം ഈ കാര്യത്തിൽ ഉണ്ടായി. എന്നാൽ കാത്തലിക് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ സർവകലാശാലയുടെ നീക്കത്തെ അനുകൂലിച്ചെങ്കിലും അവസാന നിമിഷം വരെ ഈ സർവകലാശാലയെ പിന്തുണച്ചിരുന്ന സെൽഫ് ഫൈനാൻസിംഗ് മാനേജ്മെന്റ് സർവകലാശാലയ്ക്കെതിരായി നിലപാടെടുത്തതോടുകൂടി ഒടുവിൽ ഇത്തരത്തിൽ ഓൺലൈനായി പരീക്ഷ നടത്തേണ്ടെന്നും സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി തീരുമാനമെടുക്കുകയായിരുന്നു. ഭരണ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഒറ്റക്കെട്ടായിട്ടാണ് നീക്കത്തെ എതിർത്തത്. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിട്രാക്ക് എന്ന കമ്പനിയെ ഏൽപ്പിക്കാനായി തീരുമാനിച്ചു എന്ന വാർത്ത പുറത്തുവിട്ടത് പീപ്പിൾ ടിവിയാണ്. മതിയായ പഠനങ്ങളോ വേണ്ടത്ര കൂടിയാലോചനകളോ ഇല്ലാതെ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനത്തെ ഇപ്പോൾ സർവകലാശാല തന്നെ തിരുത്തിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ മുഴുവൻ കാതലും. ശരി ജീവൻ, സാങ്കേതിക സർവകലാശാല പരീക്ഷാ നടത്തിപ്പ് പുറം കരാർ നൽകാനുള്ള തീരുമാനം സർവകലാശാല റദ്ദാക്കിയിരിക്കുന്നു. സർവകലാശാല നേരിട്ട് പരീക്ഷ നടത്തും. ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ക്വാറി ലൈസൻസിനുള്ള ഇളവ് ഹൈക്കോടതി റദ്ദാക്കി. 5 ഹെക്ടറിൽ താഴെയുള്ള ഭൂമിയിൽ ഖനനം നടത്താൻ സർക്കാർ അനുവദിച്ച ഇളവുകളാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി ഹൈക്കോടതി റദ്ദാക്കിയത്. എല്ലാ ഖനനത്തിനും പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്ന വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായത്. 5 ഹെക്ടറിൽ താഴെയുള്ള ഭൂമിയിൽ ഖനനം നടത്താൻ സർക്കാർ ഇളവ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AM ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ക്വാറി ലൈസൻസിനുള്ള ഇളവ് റദ്ദാക്കിയ ഹൈക്കോടതി എല്ലാ ഖനനത്തിനും പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി വേണമെന്നും നിർദ്ദേശിച്ചു. 2012 ഫെബ്രുവരി 27 വരെ പെർമിറ്റ് ഉണ്ടായിരുന്ന ക്വാറികൾ പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലെന്ന സർക്കാർ തീരുമാനം കോടതി വിധിയെ മറികടക്കാനാണെന്നും ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. 2015 ക്വാറി ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നും പരിസ്ഥിതി അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർമാർക്കും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്വാറി ലൈസൻസ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയാണ് ഹൈക്കോടതി വിധി. 2015 സർക്കാർ വിജ്ഞാപനം ചെയ്ത ചെറുകിട ധാതുഖനന ചട്ടത്തിലെ 12ാം വകുപ്പിലാണ് 5 ഹെക്ടർ വരെയുള്ള ഭൂമിയിൽ ധാതുഖനനം നടത്തുന്നതിനുള്ള ലൈസൻസ് പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നത്. ഇതിനെതിരെ പരിസ്ഥിതി സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്ഷേത്രവരുമാനം വകമാറ്റുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് ദേവസ്വം മന്ത്രി VS ശിവകുമാർ. ക്ഷേത്രവരുമാനം മുഴുവനും ക്ഷേത്രങ്ങൾക്ക് തന്നെയാണ് നൽകുന്നതെന്നും പ്രചാരണം ഖേദകരമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. VD സതീശൻ ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാനത്ത് വർഗീയതയുടെ വിഷവിത്ത് വിതയ്ക്കുന്ന ഗൂഢാലോചന നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി VD സതീശനാണ് ക്ഷേത്രങ്ങളിലെ വരുമാനം സംബന്ധിച്ച് സബ്മിഷൻ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ 1 രൂപ പോലും സർക്കാർ എടുക്കുന്നില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ സബ്മിഷന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ വരുമാനം വകമാറ്റുന്നുവെന്ന പ്രചരണം വ്യാജവും അടിസ്ഥാനരഹിതവുമാണ്. ഇക്കാര്യത്തിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും VS ശിവകുമാർ പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിവിധ ദേവസ്വം ബോർഡുകൾക്കായി 231.38 കോടി രൂപ സർക്കാർ നൽകിയെന്നും മന്ത്രി സഭയെ അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വത്തിലെ ക്ഷേത്രങ്ങൾക്കായി 106.35 കോടി രൂപയാണ് സർക്കാർ നൽകിയത്. 2011-15 വർഷത്തിൽ തിരുവിതാംകൂർ ക്ഷേത്രത്തിന് 4 കോടി ഗ്രാൻഡായി നൽകിയിട്ടുണ്ട്. കാവ്, കുളം എന്നിവയുടെ സംരക്ഷണത്തിന് 4 കോടി രൂപ, ക്ഷേത്ര പുനരുദ്ധാരണത്തിന് 65 കോടി രൂപ, മലബാർ ദേവസ്വം ബോർഡിന് 60.31 കോടി രൂപ, കൊച്ചി ദേവസ്വം ബോർഡിന് 2 കോടി രൂപ, കൂടൽമാണിക്യ ക്ഷേത്രം 50 ലക്ഷം, ചമ്രവട്ടം ക്ഷേത്രം 5 ലക്ഷം, ശബരിമല റോഡ് നവീകരണം 540 കോടി, മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ശബരിമലയിൽ 65 കോടി രൂപ നൽകി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷയ്ക്കായി 60 കോടി രൂപ, ഗ്രാൻഡിനത്തിൽ 1 കോടി രൂപ എന്നിങ്ങനെയാണ് സർക്കാർ നൽകിയ തുകയെന്നും മന്ത്രി VS ശിവകുമാർ നിയമസഭയിൽ വിശദീകരിക്കുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് തലപ്പത്ത് സർക്കാർ ചട്ടലംഘനമായി നടത്തിയ അഴിച്ചുപണി സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആത്മാഭിമാനവും സത്യസന്ധതയുമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ പ്രവൃത്തി സഹിച്ച് ജോലി ചെയ്യാൻ സാധിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു.
പോലീസ് തലപ്പത്ത് പകപോക്കലോടെയും ചട്ടവിരുദ്ധമായി നടത്തിയ അഴിച്ചുപണിയിൽ പ്രതിഷേധിച്ച DGPമാരായ ലോക്നാഥ് ബെഹ്റയും ഇഷ്രായ് സിംഗും ചാർജ് എടുക്കാതെ അവധിയിൽ പ്രവേശിച്ച് ചൂണ്ടിക്കാട്ടിയാണ് P. ശ്രീരാമകൃഷ്ണൻ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ തങ്ങളുടെ ചട്ടുകമായി ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മാനനഷ്ട കേസിന് ഒരു DGP അനുമതി തേടിയത് പോലീസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. നിയമവിരുദ്ധ പ്രവൃത്തികളാണ് സർക്കാർ ചെയ്യുന്നത്. ഇറാൻ മൂളികളെയാണ് സർക്കാരിന് ആവശ്യം. വിൻസെന്റ് പോൾ എന്ന മാന്യനായ ഉദ്യോഗസ്ഥനെ ചാണകം പൂശി ഇറക്കിവിട്ടുവെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മുൻ സർക്കാരുകൾ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെന്നും മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. താൻ ഇന്ന പദവിയിലേ ജോലി ചെയ്യുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥർ പറയേണ്ടതില്ല. ഉദ്യോഗസ്ഥരുടെ ന്യായമായ പരാതികൾ കേൾക്കും. DGP കേഡർ തസ്തിക സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ADGPമാർക്ക് പ്രൊമോഷൻ കൊടുത്തതെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. പാറ്റൂർ കേസിൽ ജേക്കബ് തോമസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്റെയോ മന്ത്രിമാരുടെയോ പേരുകളില്ലെന്ന് തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. DGP കേഡർ പദവി, CRZ എന്നീ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്നും പാറ്റൂർ കേസിൽ VS പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ, വിജിലൻസ് എന്നിവ നാഥനില്ലാ കളരികളായി മാറിയിരിക്കുന്നുവെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്നും VS ആരോപിച്ചു. സർക്കാരിന്റെ വൃത്തികേട് സഹിച്ച് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ആഭ്യന്തരമന്ത്രി വെള്ളക്കതറും കള്ളമനസ്സുമായി നടക്കുന്നു. എത്ര നാൾ ഇങ്ങനെ മന്ത്രിക്ക് നടക്കാൻ കഴിയുമെന്ന് ആഭ്യന്തരമന്ത്രി തന്നെ ഓർക്കണമെന്നും VS പറഞ്ഞു. തുടർന്ന് ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ച കത്ത് ഹാജരാക്കണമെന്ന് സോളാർ കമ്മീഷൻ സരിതയോട് ആവശ്യപ്പെട്ടു. കമ്മീഷന് മുന്നിൽ സരിത 15-ാം തീയതി ഹാജരാകണം. കമ്മീഷന് മുന്നിൽ സരിത ഇന്ന് മൊഴി നൽകിയില്ല. അസുഖമായതിനാലാണ് മൊഴി നൽകാനാവാത്തതെന്ന് സരിത സോളാർ കമ്മീഷന് മുന്നിൽ അറിയിച്ചു. സ്മാർട്ട് സിറ്റി 1-ാം ഘട്ട ഉദ്ഘാടനം ജനുവരിയിലേക്ക് നീട്ടി. ദുബായ് ഭരണാധികാരിക്ക് വരാനുള്ള അസൗകര്യം കണക്കിലെടുത്താണ് ഉദ്ഘാടനം നീട്ടിയത്. സ്മാർട്ട് സിറ്റി നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി അറിയിച്ചതാണ് ഇക്കാര്യം. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം പുതുശ്ശേരി രാമചന്ദ്രന്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. 1.5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കവി, ഭാഷാ ഗവേഷകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് പുതുശ്ശേരി രാമചന്ദ്രൻ. കേരളത്തിൽ സ്വർണത്തിന്റെ മൂല്യവർദ്ധിത നികുതി 5-ൽ നിന്ന് 1% കുറയ്ക്കണമെന്ന് കേരള ജ്വല്ലറി ഫെഡറേഷൻ, ജ്വൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. അയൽ സംസ്ഥാനങ്ങളിൽ 1% സ്വർണത്തിന് മൂല്യവർദ്ധിത നികുതി. വാറ്റ് 1% നിജപ്പെടുത്തിയാൽ സർക്കാരിന് പ്രതിവർഷം 480 കോടി രൂപ നികുതി ഇനത്തിൽ ലഭിക്കുന്നിടത്ത് 1130 കോടി രൂപ ലഭിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള ജ്വല്ലറി ഫെഡറേഷൻ പ്രസിഡന്റ് TS കല്യാണരാമൻ, സെക്രട്ടറി MP അഹമ്മദ്, അസോസിയേഷൻ പ്രതിനിധി PV ജോസ്, ഫെഡറേഷൻ പ്രതിനിധി AK നിഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിലയ്ക്കാത്ത തീർത്ഥാടക പ്രവാഹത്തിൽ നിരവധി ആചാരങ്ങൾക്കൊപ്പം ഒട്ടേറെ അനാചാരങ്ങൾക്കും ശബരിമല വേദിയാകുന്നുണ്ട്. മാളികപ്പുറത്താണ് കൂടുതലായും ഭക്തരുടെ ഇത്തരം അനാചാരങ്ങൾ അരങ്ങേറുന്നത്. എന്നാൽ അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായ കർമ്മങ്ങൾ തടയാൻ നിലവിൽ മാർഗങ്ങളില്ല. ഇതെല്ലാം മാളികപ്പുറത്തെ പതിവു കാഴ്ചകളാണ്. പ്രതിഷ്ഠകൾക്കും ക്ഷേത്രത്തിനും ചുറ്റും ഭസ്മം, മഞ്ഞൾപ്പൊടി, കുങ്കുമം തുടങ്ങിയവ വിതറുക, തുണിക്കഷ്ണങ്ങൾ വലിച്ചെറിയുക, ക്ഷേത്രത്തിനു ചുറ്റും നാളികേരമുരുട്ടുക തുടങ്ങി ഒട്ടേറെ കാഴ്ചകൾ. എന്നാൽ ഇവയൊന്നും ക്ഷേത്ര ആചാരമനുസരിച്ചുള്ള കർമ്മങ്ങളല്ല. മറിച്ച് ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവരും അനുകരിച്ച് അങ്ങനെ പതിവായ കർമ്മങ്ങളാണിവ. ക്ഷേത്രാനുഷ്ഠാനങ്ങളിൽ നിന്ന് വിഭിന്നമാണെങ്കിലും ഇത്തരം പ്രവൃത്തികൾ ആരും തടയാറുമില്ല. മാളികപ്പുറം മേൽശാന്തി ES ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. മാളികപ്പുറത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നാളികേരം ഉരുട്ടലല്ലേ എന്നൊരു ചോദ്യമാണ് ആരും ചോദിക്കുക, അല്ലേ? പക്ഷെ ഇത് കാലാകാലങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ്. ആരും അതിനെ ഇതേവരെ ഒരു വിമർശനം നൽകിയിട്ടില്ല. ഞാനതിന് വിമർശനം നൽകാൻ തയ്യാറുമില്ല. കാരണം അതുകൊണ്ടൊരു ദോഷം ഒരാൾക്ക് സംഭവിച്ചിട്ടില്ല. എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടുത്തെ ആചാരങ്ങൾ മാളികപ്പുറത്തും തുടരുന്നതാകാമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്രത്തിനു ചുറ്റും ഭസ്മം, കുങ്കുമം, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ വിതറുന്നത് പതിവാകുമ്പോൾ ക്ഷേത്ര പരിസരത്തുണ്ടാകുന്ന മലിനീകരണവും ചെറുതല്ല. വായു സംബന്ധമായ രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നു. അപ്പോഴും തീർത്ഥാടകരുടെ ഇത്തരം പ്രവൃത്തികൾ മാളികപ്പുറത്ത് തുടരുകയാണ്. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.